പ്രസവിച്ചതിന്റെ പിറ്റേ ദിവസം ഒരു അത്ഭുതം ആ വീട്ടിൽ സംഭവിച്ചു. എന്താണ് അത്ഭുതം? തലേന്ന് ജനിച്ച കുട്ടി പിറ്റേ ദിവസം അമ്മയോട് സംസാരിച്ചു. വീണ്ടും മിറാക്കിൾ. നമ്മുടെ ഈ കൊച്ചു കേരളം കണ്ട് ആ അമേരിക്കൻ ഞെട്ടണം. ഞങ്ങൾ ഞെട്ടിക്കും. ആ കുട്ടി അമ്മയോടായി ഇങ്ങനെ പറഞ്ഞു, അമ്മ എന്താ മോനെ? എനിക്ക് വിശക്കുന്നു അമ്മ. എന്താ മോനെ? എനിക്ക് വിശക്കുന്നു. ഇത് കേട്ടതും അമ്മ നേരെ അടുക്കളയിലേക്ക് ഓടി. അവിടെ ഇരുന്ന് മാവെടുത്തു. മാവ് കുഴക്കണ്ടേ? മാവ് കുഴച്ചു. രണ്ട് സൈഡ് ഇങ്ങനെ അടിച്ചു. ഒരു അപ്പം ചുട്ടു. പെട്ടെന്നതാ ഒരു എലി. ആ എലി ഈ അപ്പത്തിന്റെ അടുത്തേക്ക് ഓടി 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 വന്നു. ഈ അപ്പം കടിച്ചെടുത്തുകൊണ്ട് എലി ഓടിപ്പോയി. അമ്മ പുറകെ ഓടിപ്പോയി. എലി നേരെ മച്ചിന്റെ മുകളിൽ കയറിയിരുന്നു. അമ്മ താഴെ നിന്നും ആ എലിയോടായി കേണപേക്ഷിച്ചു, അപ്പം താഴെ ഇടലി, ഇഡലി അപ്പം താഴെ, ഇഡലി ഇഡലി. അങ്ങനെ ആ അപ്പം താഴെ ഇട്ടു. അതെ, അങ്ങനെ എലിയിട്ട അപ്പത്തിന് ഞങ്ങളൊരു പേരിട്ടു, ഇഡലി. അല്പസമയം ഇടവേള. അതെ, എവിടെ എവിടെ? അല്ല, ഇടവേളക്ക് തൊണ്ടാണിക്കണ്ടേ? തുടങ്ങിയത് ഒരു ലൈനും അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ലോ. ഞാനും അടിക്കണ്ടേ? നീ നേരത്തെ അടിച്ചില്ലേ, ഇനിയിപ്പോ നീ സിമ്പിൾ അടിച്ചാൽ മതി. അങ്ങനെ ഈ മകൻ വളർന്നു തുടങ്ങി. വളർന്ന് വന്നപ്പോഴത്തേക്കും അമ്മയ്ക്കൊരു ആഗ്രഹം, മകനെ എന്ത് ചെയ്യണം? അക്ഷര വിദ്യാഭ്യാസം പഠിപ്പിക്കണം. അങ്ങനെ ഹരിശ്രീ കുറിക്കുവാനായി അവനെ നേരെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവൻ അന്ന് പെൻസിലിന് പകരമെടുത്തത് പേന കത്തിയായിരുന്നു. പേന കത്തി കൊണ്ട് കുത്ത് ഹരിശ്രീ, പേന കത്തി കൊണ്ട് കുത്ത് ഹരിശ്രീ, പേന കത്തി കൊണ്ട് കുത്ത് ഹരിശ്രീ. ഇല്ലൂമിനാട്ടി, 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 ഇല്ലൂമിനാട്ടി. അവൻ വളർന്നു വരികയാണ്. പക്ഷേ അവന്റെ വളർച്ചയോടൊപ്പം മറ്റൊരു സംഭവം വളർന്നുകൊണ്ടേയിരുന്നു. എന്തോന്ന്? ജാട. ആ ജാട ഇങ്ങനെ വളർന്നു വന്നപ്പോ അമ്മ മകനോടായി പറഞ്ഞു, മകനെ നീ ഈ ജാട വെടിയണം. മകൻ അത് ചെവിക്കൊണ്ടില്ല. ജാട വെടിയാതെ ഈ സമൂഹത്തിൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. അവൻ ചെവിക്കൊണ്ടില്ല. അവസാനം അമ്മ ആ മകനോടായി കേണു വീണു പറഞ്ഞു, എന്താ മോനെ ജാട, എന്താ മോനെ ജാട, പച്ചയായ ജാട ഉച്ചമാടേൽ പോടാ, ഒന്നിറങ്ങി നോക്കടാ ജാട ചുറ്റുമില്ല സൂയ. എന്താ മോനെ ജാട, എന്താ മോനെ ജാട. അണ്ണനാന്ന് പറഞ്ഞ സംഭവം കയ്യിന്ന് കിട്ടല്ലേ? അമ്പാനെ, നീ സിമ്പിൾ അടിക്കണേ, എന്തിനാ എന്റെ കയ്യിൽ അടിച്ചത്? അണ്ണൻ എന്തിനാ സിമ്പിളിന്റെ മേളിൽ കൊണ്ട് കൈ വെച്ചത്? എന്ത് ചെയ്യാനാന്ന് പറയും. അങ്ങനെ ആ മകൻ വളർന്നു വരുന്നപ്പോൾ അവൻ നല്ല വിശപ്പിന്റെ ഒരു അസുഖം കൂടെ വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ അമ്മയോടായി പറഞ്ഞു, അമ്മാ എന്താ മോനെ? എനിക്ക് വിശക്കുന്നു അമ്മ. എന്താ മോനെ? എനിക്ക് വിശക്കുന്നു. അമ്മ ഉടനെ അടുക്കളയിലേക്ക് പാഞ്ഞു. അവിടെ ഇരുന്ന് മാവെടുത്തു. അണക്കുഴക്കുന്നില്ല, ഇത് കലക്കി വെച്ചേക്കുവാ. ഈ കലക്കിയ മാവെടുത്ത് നെയ്യപ്പൻ ചുട്ടു. അങ്ങനെ നെയ്യപ്പൻ ചുട്ടപ്പോൾ അതാ അങ്ങനെ ഒരു കാക്ക ഈ നെയ്യപ്പൻ കൊത്താനായി പറന്നു വരികയാണ്. ഈ തള്ള ഉണ്ടാക്കണത് വല്ല എലിയോ പൂച്ചയും കാക്കയോ അല്ല, മനുഷ്യന്മാരും തിന്നൂലേടാ. അല്ല സാറ്, നമ്മുടെ കഥയിൽ ഇതൊരു ട്വിസ്റ്റാണ്. അതാ കാക്ക നേരെ വന്ന് ഈ നെയ്യപ്പൻ കൊത്തി പറന്നു. അമ്മ പുറകെ ഓടി. കാക്ക പറന്ന് കടലിന് മുകളിൽ വട്ടമിട്ട് പറന്നു. സിഗ്നൽ കിട്ടാത്തോണ്ടായിരിക്കും ലാൻഡ് ചെയ്യാൻ. അങ്ങനെ അമ്മ പറഞ്ഞു, കാക്കേ നെയ്യപ്പം തരൂ കാക്കേ. കാക്ക കൊടുത്തില്ല. കാക്ക അമ്മയോടായി പറഞ്ഞു, ഇല്ല തരില്ല ഈ നെയ്യപ്പം. അയ്യോ ചേച്ചി പറ്റിച്ചേ. അത് പറഞ്ഞപ്പോഴേക്കും ആ നെയ്യപ്പം നേരെ കടലിൽ വീണു. കടലിൽ വീണപ്പോൾ കടലിനടുത്തത്തിൽ നിന്നും കുറെ മത്സ്യങ്ങൾ അങ്ങോട്ട് ഓടിച്ചെന്നു. ഒരു മത്സ്യം ഈ നെയ്യപ്പം വിഴുങ്ങി. അങ്ങനെ ആ നെയ്യപ്പം വിഴുങ്ങിയ മത്സ്യത്തിന് ഞങ്ങളൊരു പേരിട്ടു, നെമ്പി. അല്പസമയം വീണ്ടും ഇടവേള. ഇതെന്തുവാടേ എപ്പോഴും ഇയാൾക്ക് ഇടവേള? നേരത്തെ തൊണ്ട നനച്ചത്, ഇപ്പൊ കയ്യിനടി കൊണ്ട് വേണം. ഓക്കെ. അങ്ങനെ നമ്മുടെ കഥാനായകൻ അയ്യപ്പൻ വളർന്നു. പക്ഷെ ഒരു കാര്യമുണ്ടായി, ജോലിയില്ല.
അവൻ ജോലിക്കായി പലയിടത്തും അലഞ്ഞു നടന്നു. ഒടുവിൽ അവനൊരു ജോലി കിട്ടി. അങ്ങ് സർക്കസ് കൂടാരത്തിൽ. അവിടെ എന്തായിരുന്നു അവന്റെ ജോലി? മരണക്കിണറിൽ ബൈക്ക് ഓടിക്കുന്ന ജോലി. വെൽക്കം ടു മരണക്കിണർ. ലിപ്സീസിൽ തലയും കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ. സർക്കസിൽ ആരംഭം. സർക്കസിലവൻ ആരംഭം കുറിക്കുകയാണ്. സകലകല അഭ്യാസം. സർക്കസിൽ ആരംഭം. സകലകല അഭ്യാസം. സിരയിലെല്ലാം ആനന്ദം. നടക്കപ്പോറേ ഭൂകമ്പം. മധുരിക്കും വെൽക്കം ടു മരണക്കിണർ. ലിപ്സീസിൽ തലയും കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ. അങ്ങനെ അവൻ ആ ട്രിപ്പീസിൽ നമ്മൾ മരണക്കിണറിൽ അതെ. ഇങ്ങനെ ചുറ്റി ഇരിക്കുകയാണ്. അതെ. ആ സമയത്തതാ പെട്ടെന്ന് അവന്റെ ബൈക്ക് ഒന്ന് സ്ലിപ്പായി അവൻ തറയിൽ വീണു. ബോധരഹിതനായി അവൻ അവിടെ കിടന്ന് തളർന്ന് കിടക്കുകയാണ്. ആ തളർച്ചയിൽ അവൻ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ അവൻ അമ്മയോടായി പറഞ്ഞു, അമ്മാ, എന്താ മോനെ? എനിക്ക് വിശക്കുന്നു അമ്മ. നിർത്ത്. ഈ തള്ള ഇവനെ പെറ്റിട്ട് തിന്നാൻ വേണ്ടി മാത്രമാണ് തളർന്നു കിടക്കണം. എന്നിട്ട് അവൻ ചോദിക്കുന്നു എനിക്ക് വെച്ചക്കണം. ഇത് എവിടുത്തെ കഥയാണ്? അത് മുമ്പോട്ട് പോണ്ടേ? ഇതിനകത്ത് ടെസ്റ്റ് വരും. ടെസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ അത് കേട്ടതും അമ്മ നേരെ അടുക്കളയിലേക്ക് ഓടി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ നാഴി ഊരി അരി മാത്രമേ അവിടെ ഉള്ളൂ. അതെടുത്ത് നേരെ കഞ്ഞി ഉണ്ടാക്കി. അങ്ങനെ കഞ്ഞി ഉണ്ടാക്കി നേരെ മകന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. ആദ്യത്തെ തവിയിൽ നിന്നും ഒരു തവി ഒഴിച്ച് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു. അവൻ ആർത്തിയോടെ അത് കുടിച്ചിറക്കി. എന്നിട്ട് അമ്മയോടായി പറഞ്ഞു, അമ്മാ, എന്താ മോനെ? എനിക്ക് വിശക്കുന്നു അമ്മ. രണ്ടാമത് വീണ്ടും ഒരു തവി എടുത്ത് അവന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു. അവൻ അതും ആർത്തിയോടെ അമ്മാ, എനിക്ക് വീണ്ടും അയ്യോ. മൂന്നാമത് കഞ്ഞിയെടുത്ത് അത് വീണ്ടും ആ പാത്രത്തിലേക്ക് ഒഴിച്ചു. അവൻ ആർത്തിയോടെ കുടിച്ചു. അമ്മാ, എന്താ മോനെ? എനിക്ക് വിശക്കുന്നു അമ്മ. ഇത് കേട്ടതും ആ അമ്മ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് മാത്രം കയറ്റിയാ മതിയോ? എടാ, എനിക്കൂടെ കുടിക്കണ്ടടാ കഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്ന് പറഞ്ഞതും അദ്ദേഹം അവിടേക്ക് പെട്ടെന്ന് വീണു. എങ്ങനെ വീണു? ആ വീഴ്ചയിൽ ആ അമ്മയുടെ കയ്യിൽ നിന്ന് തവിയെടുത്ത് അവനായി ഒരൊറ്റ അടി കൊടുത്തു. പക്ഷേ ആ തവി എന്തുകൊണ്ടത് അവന്റെ മർമ്മസ്ഥാനത്തായിരുന്നു. മകൻ അനങ്ങുന്നില്ല. മകനെ വിളിക്കുകയാണ്, അയ്യപ്പാ എണീക്ക് മോനെ അയ്യപ്പ. അയ്യപ്പൻ അനങ്ങുന്നില്ല. അയ്യപ്പൻ അവിടെ അവസാന ശ്വാസവും വലിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോഴാണ് അവിടെ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. എന്താണ് ട്വിസ്റ്റ്? അല്പസമയം ഇടവേള. വെള്ളമില്ലെന്ന് ഇപ്പോഴൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. എന്നാ ഇടവേള ഇല്ല. ആ ഇടവേള ഇല്ല. ഞങ്ങളുടെ കഥ തുടരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്നും എണീറ്റ് അമ്മയോട് ചോദിച്ചു, അമ്മ ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആകെ വിഷമത്തിലാണ് എന്ന് പറഞ്ഞതും പെട്ടെന്ന് ഇവൻ തറയിൽ വീണങ്ങ് മരിച്ചു. ഇതോടുകൂടി അമ്പാനും രംഗനും അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതെന്തോന്ന കഥ? എന്തോന്ന കഥ? ഒരു 5 മിനിറ്റ് പോലും നീ കഥ പറയില്ലല്ലോ. അല്ല, നായകൻ തറയിൽ വീണ് ചത്തില്ലേ? മരിച്ചോല്ലേ? എടാ, അവൻ ചാവാനുള്ള വൈ ആർത്തി മൂത്ത് ചത്തത്. അവൻ പോട്ട്. അമ്മക്ക് ജീവനുണ്ടല്ലോ. എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി കഥ മുമ്പോട്ട് പോകാൻ പറയടേ. ഈ പറഞ്ഞത് കേട്ട് അമ്മ എങ്ങനെ ഞാൻ പലഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അറിയാതെ നേരെ ഓടിപ്പോയി ഒരു പൊട്ടക്കിണറ്റിൽ ചാടി അമ്മയും മരിച്ചു. അതോടെ അവസാനിച്ചു. അമ്പാനും രംഗനും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. അത് കഥ സൂപ്പർ അല്ലേ? അതാണ് സൂപ്പർ കഥ. കഥ കേട്ടാ. നമ്മൾ പൊളിക്കും സാർ. നമ്മള് പൊളിക്കൂല. അമേരിക്ക നമ്മൾ കീഴ്മേൽ മറിക്കും. അതിന് ആരമേരിക്ക പറഞ്ഞു? ആരമേരിക്ക പോണു? എടാ, ഇവ അമേരിക്കയിൽ കഥ പറയാൻ പറഞ്ഞ കുടിക്കാൻ പറഞ്ഞ ഇപ്പൊ തന്നെ ഞാൻ കൊണ്ടുവന്ന മദ്യത്തെ ഇവൻ കുടിച്ചു തീർത്ത്. ഇടവേള എന്ന് പറഞ്ഞ് മൊത്തം കുടിച്ചു തീർത്ത്. അതുകൊണ്ട് നിന്നേക്കെ പോലുള്ള മദ്യപേനകളെ ഞാൻ അമേരിക്ക കൊണ്ടുപോകൂല. അങ്ങനെ കാര്യം ചെയ്യാം. നിങ്ങള് ഞങ്ങളുടെ കഥാപ്രസംഗം നോക്കണ്ട, വേറെ ആളെ നോക്കി. നല്ല നല്ല കലാകാരൻ വരെ ഞാൻ കൊണ്ടുപോകാം. ആരെ ഒരു കാര്യം അറിയോ? അണ്ണനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്. അണ്ണൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. പക്ഷെ ഞാൻ വരും. അണ്ണ അമേരിക്ക പോകാൻ കിട്ടിയ അവസരം ഞാൻ പോകണം. നിനക്ക് കഥകളെല്ലാം അറിയാമോ? അറിയാമോന്നോ? ഞങ്ങൾ മൊത്തം കൂടി തിട്ടപ്പെടുത്തില്ല. എനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. എന്നാ പിന്നെ നീ പെട്ടിപ്പാക്കി പോവണ്ണ. നീ പോവാണല്ലടാ. അണ്ണ എന്നെ കുറിച്ച് ഇങ്ങനെയാണല്ലോ വിചാരിച്ചത്.
കുഞ്ഞുനാള് മുതൽ ഞാൻ എന്റെ കൂടെയുള്ള എന്നിട്ട് എന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയ അണ്ണ പോകുന്നതിന് മുമ്പ് ഗുരുത്തക്കേട് ഞാൻ കാണിക്കൂലണ്ട. അണ്ണ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഷോയെ പറ്റി 2 നല്ല വാക്ക് പറയണം. എന്റെ അമ്പാൻ, എന്റെ കൂടെ നിന്ന് ഇത്രയും നാൾ നിന്ന് അമ്പാൻ അമേരിക്കയിൽ പോയി നല്ല പരിപാടി കളിച്ച് നന്നായി പൊളിഞ്ഞ് നന്നായി കുറ്റ വാരി അവൻ നന്നായി തിരിച്ചു വരട്ടെ. നന്നായി വാ, നന്നായി വാ, നന്നായി വാ. ഇവിടെ പ്ലെയിനിൽ പോകേണ്ടതാണ്, അങ്ങനെയൊന്നും ശപിക്കരുത്. ശപിക്കരുത്. അപ്പൊ നീയും നന്നായി വാ. റങ്കൻ ആരുമില്ല, റങ്കൻ അമ്മയില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. എല്ലാവർക്കും പണം വേണം, മദ്യം വേണം. റങ്കൻ ഇപ്പൊ ഉള്ളത് കണ്ട അമ്പാൻ പോയി, അമ്പാൻ പോയി. മനസ്സിലായ? ഇനി നിങ്ങൾ 2 പേരും മാത്രമേ എനിക്കുള്ളൂ. ഇനി നമ്മൾ 3 പേരും കൂടി ഇവിടെ ഇരുന്ന് ഇല്ലൂമിനാട്ടി 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 ഇല്ലൂമിനാട്ടി.